ഏത് രീതിയിലുള്ള സ്വഭാവമുള്ള ആളായിരുന്നാൽ പോലും തൻ്റെ മേഖലയിൽ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്താകാം ഏതൊരു മേഖലയിലാണെങ്കിലും നമുക്ക് ശത്രുക്കളുണ്ടാകും. നമുക്കിഷ്ടപ്പെടാത്ത വ്യക്തിത്വങ്ങളുണ്ടാകും. നമുക്ക് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്വഭാവക്കാർ. അതുപോലെ നമ്മൾ നല്ല ശാന്തനും സമാധാനം ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിലും നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന വചനങ്ങൾ പറയുന്ന വാക്കുകൾ പറയുന്ന നമ്മളെ പ്രകോപിതനാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാകും. അതേപോലെ എത്ര പാവമായിരുന്നാൽ പോലും എത്ര പാവമായിട്ട് നമ്മൾ നടന്നാലും ചില ആളുകൾ പറയാറില്ല, ഇങ്ങനെ കൈയിട്ട് കുത്തിയാൽ കടിക്കും എന്നൊക്കെ പറയാറില്ല. അതായത് കടിക്കാതെ പാമ്പും കടിക്കുന്നു. അങ്ങനെ രീതിയിൽ പെരുമാറുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമുക്ക് എത്ര ഇഷ്ടപ്പെടാത്ത ആളായിരുന്നാൽ പോലും നമ്മൾ അവരെ പറ്റി കഥകൾ പറഞ്ഞുണ്ടാക്കരുത്. അവരെ പറ്റി പലതും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ അങ്ങനെ തന്നെ വേണം, അങ്ങനെയാണുള്ള സ്വഭാവം, അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെപ്പറ്റി കഥകൾ പറയാൻ നമുക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് മനുഷ്യന്. നമുക്കിഷ്ടപ്പെട്ട വ്യക്തികൾ നമ്മൾ എന്താവശ്യപ്പെട്ടാലും നമുക്ക് ചെയ്തു കൊടുക്കാൻ ഒരു പ്രയാസം തോന്നില്ല. ചിലപ്പോൾ നമ്മൾ വലിയ സമ്പത്ത് ചിലവാക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാകാം അവർ പറയുന്നത്. ഇത് രണ്ടുമാണല്ലോ അധികം ആവശ്യപ്പെടാറ് ആളുകൾ. അപ്പോൾ അത് നൽകി കൊടുക്കാൻ, അത് ചെയ്തു കൊടുക്കാൻ നമുക്കൊരു പ്രയാസമോ ഒരു വിഷമവും തോന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവന് വേണ്ടി എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ സമ്പത്തും കൊണ്ട് സഹായിക്കാൻ നമ്മൾ തയ്യാറാകും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ മറിച്ചായിരിക്കും നമ്മുടെ സ്വഭാവം. നമ്മുടെ കയ്യിൽ എടുക്കാനൊന്നും ഉണ്ടാവില്ല. അവന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ ഒരു മിനിറ്റ്, ഒരു 10 മിനിറ്റ് നമുക്ക് ഉണ്ടാവില്ല. ഒരു കട്ടൻ ചായ വരെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. കാരണം നമുക്ക് ഓൾറെഡി അവന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവൻ്റെ സ്വഭാവം. പക്ഷേ അവനാണെങ്കിൽ പോലും അങ്ങനെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്വഭാവക്കാരൻ നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ അവന് എന്തെങ്കിലും വയ്യാത്ത അവസ്ഥ വരുമ്പോൾ, എന്തെങ്കിലും ശാരീരികമായി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സഹായിക്കാൻ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കണം. മാനുഷിക പരിഗണന അവർക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ അവരെ പറ്റി ഇല്ലാത്ത കഥകൾ കെട്ടിയുണ്ടാക്കാനോ കഥകൾ കെട്ടിപ്പറഞ്ഞ് ഉണ്ടാക്കരുത്. പലപ്പോഴും പല മനുഷ്യന്മാർ അങ്ങനെ ചെയ്യും. എന്തെങ്കിലും ചെറിയൊരു തെറ്റ് കണ്ട് അതിനെക്കുറിച്ച് പിന്നെ മറ്റൊരാളോട് പറയുമ്പോൾ അത് വലിയ കഥയായി വരും. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു സംഭവം നിങ്ങൾക്കറിയാം. ചിലപ്പോൾ അമ്പലത്തിൻ്റെ മതിൽ തിന്ന കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സംഭവം അങ്ങനെയല്ല. ആ കുട്ടി ചെയ്തത് അമ്പലത്തിനവിടെ വെക്കുമ്പോൾ ആ മതിലിൻ്റെ ചെറിയൊരു പൊടി എടുത്തിട്ട് ഇങ്ങനെ നാക്കിപ്പോയി എന്തോയിൽ. അത് ആളുകൾ പറഞ്ഞെത്തും പിന്നെ അമ്പലത്തിൻ്റെ മതിൽ തിന്ന കുട്ടിയായിട്ട് വരും. അപ്പോൾ അതേപോലെ ചില ആൾ പറയല്ലേ, തലേന്ന് പേന് ഒരു ചക്ക പോലത്തെ പേൻ കിട്ടി. പേൻ എത്രയൊക്കെ ഉണ്ടാകും നമുക്കറിയാം. ചില ആളുകൾ അങ്ങനെ. അതുപോലെ കഥകൾ പറഞ്ഞുണ്ടാക്കരുത്. അങ്ങനെ വലിയ വലിയ കഥകൾ, മറ്റുള്ളവരെ ഇല്ലാത്ത കഥകൾ നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും പറഞ്ഞുണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും നിൽക്കരുത്. അതുപോലെ അവൻ്റെ ചെറിയ തെറ്റിനെ വലിയ തെറ്റായി കാണുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തി ചെറിയ തെറ്റ് വലിയ തെറ്റായിട്ട് കാണും. അങ്ങനെയും ചെയ്യരുത്. ബൈബിളിലൊരു വചനമുണ്ട്, പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഒട്ടകത്തെ അവർ വെറുതെ വിടുകയും കൊതുകിനെ വേട്ടയാടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ചെറിയൊരു തെറ്റ് കണ്ടാൽ പോലും വലിയ പർവ്വതീകരിച്ച് കാണും. നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഓരെന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമ്മളെ സ്വന്തം, അത് സാരല്ല വിട്ടേക്കെന്ന് പറയും. അങ്ങനെ ഒരു മനോഭാവം നമ്മൾ ഒരിക്കലും കാണിക്കരുത്. മാനുഷിക പരിഗണന എല്ലായിടത്തും